അതൊക്കെ ജന്മസിദ്ധാന്തത്ര. ഞാനതിൽ ഒട്ടും വിശ്വസിക്കുന്നില്ല. പല സംവിധായകരുടെ കീഴിൽ നിൽക്കുമ്പോൾ അവരിൽ നിന്നൊരു ജ്ഞാനം നമുക്ക് പകരുന്നു. ആളുകൾ കാണാത്ത ഒരു സിനിമ പോലും തുടങ്ങുന്നത് തന്നെ 10,000 പേര് കണ്ടു. നേരത്തെ പറഞ്ഞ മിന്നൽ മുള്ളിൽ നിന്നൊക്കെ വളരെ വിഭിന്നമായിട്ടുള്ള ഒരു കഥാപാത്രം. ഈ ഇന്ത്യയിലെ ഏറ്റവും മഹാനായ നടൻ തന്നെ പറയാം. അതായത് ഷൂട്ടിങ്ങിൻ്റെ ഞാൻ ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ ഒരൊറ്റ സീനെ ഞാൻ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഞാൻ വിചാരിക്കുന്ന 6 or 7 ദിവസം ഞാൻ ആ ലൊക്കേഷനിൽ താമസിക്കുന്നു. ഞാനത് പ്രൊഫഷണൽ അല്ലാത്തതുകൊണ്ടാണ്, ഞാനൊരു അമേച്ചറായിട്ടുള്ള നടനായതുകൊണ്ടാണ് ഞാൻ പ്രൊസീഡ് ചെയ്യായിരുന്നു. അവരപ്പോൾ തന്നെ ക്യാമറയ്ക്ക് വെച്ച് ഒരു തമാശ കഥ പറയുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് ഫോർത്ത് വേൾഡ്. ഇന്ന് നമുക്ക് സ്റ്റോറീസ് ഓഫ് ഫോർത്ത് വേൾഡില് സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് നാടകം സിനിമാ രംഗത്ത് ഇപ്പോൾ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പ്രതാപേട്ടൻ. നമസ്കാരം, വെൽക്കം ടു ദി ഷോ. സന്തോഷം, സ്നേഹം. എങ്ങനെയാണ് നാടകരംഗത്ത് നിന്നുമാണ് സിനിമയിലേക്ക് കടന്നതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഒരു കഥയെ പറ്റി, അല്ലെങ്കിൽ നാടകരംഗത്ത് എങ്ങനെയാണ് എത്തിപ്പെട്ടതെന്നും അവിടുത്തെ അധ്യാപകരെ കുറിച്ചും ഒന്ന് ഓർത്തെടുക്കാമോ? തൃശ്ശൂരാണ് നാടകം ഏറ്റവും കൂടുതലും പ്രവർത്തിച്ചിട്ടുള്ളത്. നാടകം പഠിക്കാനാ തൃശ്ശൂർക്ക് വന്നത്. നാടകം തൃശ്ശൂർ രംഗചേതന എന്ന് പറയും. തൃശ്ശൂർ കേരളത്തിലെ പ്രശസ്തമായ ഒരു നാടക സംഘമാണ് രംഗചേതന എന്ന് പറയുന്നത്. ആ രംഗചേതന കുറേ കാലം, ഒരു 10-20 വർഷം മുന്നേ, കുറച്ച് കാലം മുന്നാണ് സൺഡേ തിയേറ്റർ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു പഠന കേന്ദ്രം, ഡ്രാമ സ്കൂളിലെ പ്രിൻസിപ്പൽ ഡോക്ടർ വയല വാസുദേവൻപിള്ള സാറിൻ്റെ നേതൃത്വത്തിൽ അത് ഞായറാഴ്ച തോറും നാടകത്തിനെ ഗൗരവമായിട്ട് അക്കാഡമിക്കലായിട്ട് പഠിപ്പിക്കുക എന്നുള്ളൊരു വലിയൊരു പദ്ധതി രംഗേനയിൽ കൊണ്ടുവരികയും അങ്ങനെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ആളുകൾ വന്ന് അവിടെ ഞായറാഴ്ചകളിൽ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നാടകം പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ സത്യത്തിൽ ഈ ഗൗരവമായിട്ട് ഈ നാടകത്തിലേക്ക് വരുന്നത്. ശരി. അപ്പോൾ അവിടെ പഠിപ്പിച്ച ഗുരുക്കന്മാരെയോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഓർമ്മ? അവിടെ ഡോക്ടർ വയല വാസുദേവൻ, ഡ്രാമ സ്കൂളിലെ പ്രിൻസിപ്പാളായിരുന്ന ഡോക്ടർ വയല വാസുദേവൻപിള്ള സാറാണ് ഇത് ഈ പദ്ധതിയുടെ അവതാരം. ഞാൻ പറഞ്ഞല്ലോ, സാറായിരുന്നു അവിടുത്തെ പ്രധാന, ഞങ്ങളുടെ സിലബസ് തയ്യാറാക്കിയതും ഞങ്ങളുടെ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് എങ്ങനെയാണ് സാറായിരുന്നു പ്രധാനപ്പെട്ട അധ്യാപകൻ. പിന്നെ വളരെയധികം കേരളത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരുവിധം എല്ലാ നാടക അധ്യാപകരും അവിടെ വന്നിരുന്നു. മരിച്ചുപോയ P.K. വേണുക്കുട്ടൻ നായർ സാറ്, പിന്നെ ഇന്ത്യയിലെ തന്നെ വളരെ പ്രശസ്തനായ നാടക സംവിധായകനും നാടക അധ്യാപകനായിട്ടുള്ള നാടക രാമാനുജം എന്ന് വിളിക്കുന്ന രാമാനുജൻ സാറ്, ഞങ്ങൾ അങ്ങനെ, പിന്നെ ജയസൂര്യ മാഷ്, വളരെയധികം ഗുരുക്കന്മാർ, KV ഗണേഷ്, കുട്ടികളുടെ നാടകവേദിയിലെ വളരെ പ്രഗത്ഭനായ KV ഗണേഷ്, പിന്നെ ഡോക്ടർ ജോയ് പോള്, അദ്ദേഹത്തിൻ്റെ ഭാര്യ കുശലകുമാരി ടീച്ചർ, പ്രകാശം മാഷ്, അങ്ങനെ എണ്ണിയാൽ തീരാത്ത ഗുരുക്കന്മാരുണ്ടെന്ന് തന്നെ പറയാം. അത് ഈ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഒരു ഞായറാഴ്ച ഞങ്ങൾക്ക് 3-4 അധ്യാപകരായിരിക്കും വരിക ഒരു ഞായറാഴ്ച. അങ്ങനെ ഈ 3 വർഷം പല അധ്യാപകരും, ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള അധ്യാപകർ വന്നിട്ടുണ്ടായിരുന്നു, കേരളത്തിൽ നിന്ന് പുറത്തുനിന്നുള്ള അധ്യാപകർ, കുളൂർ മാഷ്, കേരളത്തിലെ എല്ലാ സിനിമക്കാരുടെയും ഗുരു, പല സിനിമക്കാരുടെയും ഗുരു ആരാന്ന് വെച്ചാൽ കുളൂർ മാഷ് ഞങ്ങൾക്ക് അധ്യാപകനായിരുന്നു. അങ്ങനെ വലിയ പ്രശസ്തരായ ആളുകളായിരുന്നു അവിടെ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്. അതൊരു ഭാഗ്യമായിട്ടും എന്താ പറയാ, അതൊരു ഭാഗ്യമായിട്ട്. എങ്ങനെയാണ് നാടകം പഠിക്കണം എന്നൊരു ആഗ്രഹം ചെറുപ്പം മുതൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ നാടകം പഠിക്കണം എന്നൊരു ചിന്ത വന്നത് എങ്ങനെയാണ്? നാടകം പഠിക്കണം എന്ന് ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. നാടകത്തിനോട് പല സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത്. അപ്പൊ നാടകം പഠിക്കണമെന്ന് നമുക്ക് ചിന്ത ഉണ്ടായിരുന്നില്ല. നാടകം പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത് വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. പലപ്പോഴും ആളുകൾ പറയും കല പഠിക്കേണ്ടതില്ല എന്നാ പറയുക. കല അതൊക്കെ ജന്മസിദ്ധാന്നത്രേ. ഞാനതിൽ ഒട്ടും വിശ്വസിക്കുന്നില്ല. അങ്ങനെ ജന്മസിദ്ധമല്ല കല എന്നല്ല, ലോകത്തുള്ള പലതും ജന്മസിദ്ധമല്ല. ഇത് മനുഷ്യൻ ആഴത്തിലും ഗൗരവത്തിലും പഠിച്ചും പ്രാക്ടീസ് ചെയ്തും ഒക്കെയാണ് ഇത് ഈ ഒരു കാര്യം. ഇപ്പം നമുക്കൊരു ഉദാഹരണം പറഞ്ഞു വെച്ചാൽ, കല ജന്മസിദ്ധമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാതെ ഒരു കുച്ചിപ്പുടി നർത്തകി ഉണ്ടാവണമല്ലോ, പഠിക്കാതെ ഒരു കഥകളി നടൻ ഉണ്ടാവണമല്ലോ, പഠിക്കാതെ ഒരു അത്ലറ്റ് ഉണ്ടാവണമല്ലോ. അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇതൊക്കെ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ ചെയ്യുന്ന ആളുകൾ പഠിച്ചിട്ടാണ് ക്യാമറ ചെയ്യുന്നത്. അങ്ങനെ ജന്മസിദ്ധമായിട്ട് ക്യാമറ ചെയ്യാനും കഴിയില്ല. അതേപോലെ തന്നെയാണ് അഭിനയം. അത് ആളുകൾ പഠിക്കുന്നില്ല എന്ന് പറയുന്നത് അവര് പഠിച്ചത് അവർ അറിഞ്ഞില്ല എന്നുള്ളതാണ്.
ഇപ്പൊ പല സംവിധായകരുടെ കൂടെ പോകുമ്പോൾ പല സംവിധായകരുടെ കീഴിൽ നിൽക്കുമ്പോൾ അവരിൽ നിന്നൊരു ജ്ഞാനം നമുക്ക് പകരുന്നുണ്ട്. അവര് അതിനായിരിക്കും ജന്മസിദ്ധം എന്നൊക്കെ പറയണത്. അങ്ങനെ എല്ലാ സത്യത്തില്ല. അത് പഠിക്കുന്നതിലും പഠിച്ചെടുക്കുന്നതിലും കഴിവ് കുറവും കഴിവ് കേട്ടുണ്ടാവാം. പക്ഷെ സത്യത്തിൽ ഇത് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ജന്മസിദ്ധ ആയിട്ട് വന്ന ആളല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ പഠിക്കുന്ന ആളാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഏതൊരു പ്രായത്തിലാണ് നാടകം പഠിക്കാനായി ചേർന്നത്? 23-24 വയസ്സ് അങ്ങനെയൊക്കെ ആയിരിക്കും. അതിന് പിന്നെ നാടകം ചെയ്തിരുന്നു. എൻ്റെ നാട്ടില് ചെറിയ ചെറിയ നാടകങ്ങൾ ചെയ്തിരുന്നു. പക്ഷെ 23-24 വയസ്സിലൊക്കെയാണ് ഞാനിത് പഠിക്കുക എന്നുള്ള പ്രക്രിയയിലേക്ക് വരുന്നത്. അപ്പൊ അതിന് മുന്നേ ചെയ്ത നാടകങ്ങൾ എങ്ങനെ അങ്ങനെ ഒരു അവസരം കിട്ടുന്നതൊക്കെ? നാട്ടില് വായനശാല നാടകങ്ങളില് കേരളത്തിലെമ്പാടും മത്സര നാടകങ്ങൾ ഉണ്ടായിരുന്നു. ഈ മത്സര നാടകങ്ങളിൽ അപ്പൊ എൻ്റെ നാട്ടിലൊരു നാടക സംഘം പുല്ലൂർ ചമയം നാടകം എന്ന് പറഞ്ഞാൽ അവരുടെ മത്സര നാടക വേദികളിലൊക്കെ ഞാൻ പങ്കെടുക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ പോയി. അപ്പോഴും നമുക്കത് അവിടെ അങ്ങനെ വേറെ തരത്തിലൊരു പഠനം നടക്കുന്നുണ്ട്. പക്ഷെ അതിന് അടുക്കും ചിട്ടയോടും പഠിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു രംഗചേതനയിൽ വന്നതിന് ശേഷമാണ്. അതിന് ശേഷമായിരിക്കണം. ശരി. അപ്പൊ അതിനുശേഷം സിനിമയിലേക്ക് അഭിനയിക്കണം അല്ലെങ്കിൽ സിനിമയിലേക്ക് കടക്കണം എന്നൊരു മോഹം ഉദിച്ചത് എപ്പോഴാണ്? സിനിമയിലേക്ക് കടക്കണം എന്നുള്ള മോഹം അങ്ങനെ ഒതുക്കിയുണ്ടായിട്ടില്ല. സിനിമ യാദൃശികമായിട്ട് ജീവിതത്തിലേക്ക് വന്ന് പെട്ടതാ. ജീവിതത്തിൽ വന്നു പെട്ടതാ സിനിമ. അത് ഈ തുടർച്ചയായിട്ട് നാടകങ്ങൾ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നാടകങ്ങൾ കണ്ട് ഞങ്ങളിൽ പലരുടെയും നാടകങ്ങൾ കണ്ടിട്ടുള്ള സിനിമാ സംവിധായകന്മാര് ഞങ്ങളിൽ പലരെയും സിനിമയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എന്നെ മാത്രമല്ല പലരെയും കൊണ്ടുപോയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഉദാഹരണം സിനിമയിലേക്ക് ആദ്യം വരുന്ന മമ്മൂക്കയുടെ ബെസ്റ്റ് ആക്ടർ മാർട്ടിൻ പ്രക്കാട്ട് ഡയറക്റ്റ് ചെയ്യും, ബിപിൻ ചന്ദ്രൻ എഴുതുകയും ചെയ്ത സിനിമയായിക്കോട്ടെ ആദ്യമായിട്ട് വരുന്നു. അവരും ഇതുപോലെ തന്നെ നാടകങ്ങൾ കണ്ടിട്ട് നമ്മൾ നാടകങ്ങൾ അഭിനയിക്കുന്നത് കണ്ടിട്ട് എന്നെയും എൻ്റെ സുഹൃത്തുക്കളെയും എന്നെ മാത്രമല്ല കൊണ്ടുവന്നത്, സുനിൽ സുഗത അങ്ങനെ പലരെയും സിനിമയിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ തുടർന്നുള്ള സിനിമകളിൽ നാടകക്കാരെ കാണാൻ പറ്റും. ശരി, ഓക്കെ. മിന്നൽ മുരളി അല്ലായിരുന്നു ചേട്ടന്റെ ആദ്യത്തെ സിനിമ. ഇപ്പൊ പറഞ്ഞു ബെസ്റ്റ് ആക്ടർ ആയിരുന്നു ആദ്യത്തെ സിനിമ. പക്ഷെ എല്ലാവരും ഒന്ന് അറിഞ്ഞു തുടങ്ങിയത് മിന്നൽ മുരളിക്ക് ശേഷമായിരുന്നു എന്ന് തോന്നുന്നു അല്ലെ? അങ്ങനെ പറഞ്ഞ ഭാഗികമായി ശരിയാണ്. പക്ഷെ ബെസ്റ്റ് ആക്ടറിൽ അഭിനയിക്കുന്ന ആ സമയങ്ങളിൽ, കാരണം കുറെ വർഷങ്ങൾക്ക് മുന്നേ വന്ന സിനിമയല്ലേ ബെസ്റ്റ് ആക്ടർ, ഒരൊറ്റ സീന ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് തന്നെ നമ്മളെ അറിയാനൊക്കെ തുടങ്ങി. പക്ഷെ പറഞ്ഞ ഇതിന് കുറച്ചും കൂടി വ്യാപകമായിട്ട് അറിയാൻ തുടങ്ങി. കുറച്ച് കൂടുതൽ ആളുകളിലേക്ക് ഇങ്ങനെ ഒരു നടൻ മിന്നൽ മുരളിയാണ്. മിന്നൽ മുരളി എന്നൊരു സിനിമ, അതിനുശേഷം എന്തെങ്കിലും കരിയർ ചേഞ്ചോ അല്ലെങ്കിൽ അതിനുശേഷം എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ലൈഫിലുണ്ടായി? മാറ്റങ്ങള് സിനിമകള് അങ്ങനെ കൂടുതൽ വരെ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നമ്മുടെ അഭിനയത്തിന് കുറച്ചും കൂടി നന്നായി കാണാനായിട്ടും കുറച്ചും കൂടി ഗൗരവമായിട്ട് കാണാനും ഓരോ പടങ്ങളും, മിന്നൽ മുരളി മാത്രമല്ല ഓരോ പടങ്ങളും നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഒരു പടം കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചും കൂടി ഗൗരവമായിട്ട് അതിനെ ഒരു മാറ്റം വരണം അല്ലെങ്കിൽ ഒരുപാട് ചേഞ്ചസ് വരുത്താൻ മിന്നൽ മുരളി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മിന്നൽ മുരളി എന്നല്ല എല്ലാ പടങ്ങളും ചേഞ്ചസ് ഉണ്ടാവും. നാടകവും ജീവിതവും തീർത്തും രണ്ട് ടൈപ്പ് ഓഫ് ഇതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാടകമാണോ അല്ലെങ്കിൽ സിനിമയാണോ ഒന്നും കൂടി താല്പര്യം? അത് രണ്ടും രണ്ട് കലാമാധ്യമമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നാടകം നമ്മൾ ചെയ്യുന്നു, അതൊരു കലാമാധ്യമമാണ്. സിനിമ ചെയ്യുന്നു, അതൊരു കലാമാധ്യമമാണ്. ഉദാഹരണം, ഒരു നാടകം ഒരു നിശ്ചിത സ്ഥലത്ത്, ഒരു നിശ്ചിത സ്പേസിൽ, ഇപ്പൊ പ്രൊസീനി, അതായത് സ്റ്റേജിലാണെങ്കിൽ ആ നിശ്ചിത ഫ്രെയിമിന്റെ ഉള്ളിൽ 2 മണിക്കൂറിനുള്ളിൽ സംഭവിക്കണം, അല്ലെങ്കിൽ 1.5 മണിക്കൂറിനുള്ളിൽ, അല്ലെങ്കിൽ വേറൊരു അരങ്ങാണ് അരീന എന്ന് പറഞ്ഞിട്ട് അരങ്ങാണെങ്കിൽ അരീനയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ വിവിധ തരത്തിലുള്ള നാടക അരങ്ങുകളുണ്ട്. അവിടെ കൃത്യമായി ഡിസൈൻ ചെയ്തിട്ട് ആ നടൻ കൃത്യമായി പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥലത്ത് ഇമോഷനായിട്ട് അയാളുടെ ക്യാരക്ടർ ഇമോഷനോടുകൂടി ചെയ്ത് ഫലിപ്പിക്കുന്ന ഒരു പദ്ധതിയുള്ള ആക്ടറാണ്. അവിടെ എനിക്ക് തോന്നുന്നത് അവിടെ അയാളുടെ ഫ്രെയിമിങ് അല്ലെങ്കിൽ അയാളുടെ പരിധികൾ വളരെ കുറച്ച് അയാൾക്ക് ഫ്രീഡം ഉണ്ട്. അയാളുടെ അതിരുകളൊക്കെ അയാൾക്ക് മുൻകൂട്ടി അറിയാം. ഇത്ര അതിരുകൾക്കുള്ളിൽ നിന്നാണ്, അത് ഇമോഷണൽ അതിരായാലും ഭൗതികപരമായിട്ടുള്ള സ്റ്റേജിന്റെ അതിരുകളായാലും ഒക്കെ അയാൾക്ക് മുൻകൂട്ടിയേ അറിയാം. അതായത് റിഹേഴ്സൽ സ്പേസിൽ തുടങ്ങി അയാൾ അറിയാൻ തുടങ്ങിയിട്ടാണ് അയാളെ പ്ലേസ് ചെയ്യുന്നത്. ഒരു ആക്ടർ എന്ന നിലയ്ക്ക് അയാളെയും അയാളുടെ കഥാപാത്രത്തിൻ്റെയും അയാളുടെ ഇമോഷനൊക്കെ പ്ലേസ് ചെയ്യുന്നതൊക്കെ വളരെ കൃത്യമായിട്ടുള്ള അതിരുകൾക്കുള്ളിലും അയാളുടെ ബോർഡർ ലൈനൊക്കെ മനസ്സിലായി കഴിഞ്ഞതിന് ശേഷമാണ് അയാൾ ഈ പെർഫോമൻസിലേക്ക് വരുന്നത്. പക്ഷെ മറിച്ച് ഒരു സിനിമയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഈ അതിരുകളൊക്കെ നമ്മളല്ല നിശ്ചയിക്കുന്നത്. ഈ അതിരുകൾ നിശ്ചയിക്കുന്നത് സംവിധായകനും ക്യാമറാമാനൊക്കെ കൂടി. അവരൊരു വൈഡ് വെച്ച് കഴിഞ്ഞാൽ വൈഡ്, അത് അല്ല അവർ പെട്ടെന്ന് എക്സ്ട്രീം ക്ലോസപ്പ് ആണ് എന്നുണ്ടെങ്കിൽ, ഇത് നമുക്ക് നാടകത്തിൽ ഈ ക്ലോസപ്പ് ഒന്നുമില്ല.
നാടകത്തിൽ നമുക്കൊരു ക്ലോസപ്പിന് വേണ്ടിയുള്ള അഭിനയ പദ്ധതി ഒന്നുമില്ല. നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു കുറച്ചും കൂടി അരങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു അഭിനയ പദ്ധതിയാണ്. തൃശ്ശൂർ ഡ്രാമ സ്കൂൾ ഓഫ് ഡ്രാമയിൽ 16 സീറ്റാണ്. ഒരു ബാച്ചിന് 16 സീറ്റാണ്. കുറേ കാലം മുന്നേ ഈ 16 സീറ്റിൽ ചിലപ്പോൾ കുറച്ചധികം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കാറുണ്ട്. പക്ഷേ ഇപ്പം നിങ്ങൾ ഈ അധ്യയന വർഷത്തിൽ നോക്കി കഴിഞ്ഞാൽ അവിടെ സീറ്റിന് ഇൻ്റർവ്യൂകൾ നടന്നുകൊണ്ടിരിക്കുക. ഇൻ്റർവ്യൂ നടക്കും. ടൈറ്റ് കോമ്പറ്റീഷൻ അത്. ഈ 16 സീറ്റിലേക്ക് 200 കുട്ടികളൊക്കെ അപേക്ഷിക്കും. എന്നിട്ടാണ് ഈ 16 സീറ്റിലേക്ക് എത്തുന്നത്. അപ്പൊ അങ്ങനെയല്ല, അത് നാടകം പഠിക്കാനായിട്ട് നാടക പഠിതാക്കളുടെ എണ്ണം കൂടുകയാണ് ചെയ്തത്. പിന്നെ നാടക പ്രേക്ഷകരുടെ എണ്ണവും എന്നെ സംബന്ധിച്ച് കൂടി എന്നുള്ളൊരു വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാനത് അവസാനിപ്പിക്കും. കാരണം വെച്ചാൽ മലയാളത്തിലെ എക്സ്പെരിമെന്റലായിട്ട് അമേച്ചറായിട്ട് നാടകം ചെയ്യുന്ന സംഘങ്ങളുടെ എണ്ണം കേരളത്തിൽ കൂടിയിട്ടുണ്ട്. കേരളത്തിലെ സംഘങ്ങളുടെ എണ്ണം കൂടുക മാത്രമല്ല, അവരുടെ അവതരണ കളികളുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. അതൊരു തൊഴിലായിട്ടും പ്രൊഫഷണലായിട്ട് കൊണ്ടു നടക്കുന്ന സംവിധായകന്മാരും നടന്മാരും കേരളത്തിൽ എമ്പാടും വർദ്ധിച്ചു. ഞാനൊക്കെ അങ്ങനത്തെ ഒരാൾ തന്നെയായിരുന്നു. ഞാൻ അമേച്ചർ നാടകം പ്രൊഫഷണലായിട്ട് കൊണ്ടുവന്നിരുന്ന ഒരാളാണ്. എക്സ്പെരിമെന്റൽ നാടകം തൊഴിലായി കൊണ്ടുവന്നിരുന്ന ഒരാളാണ്. എങ്ങനെയാണ് സിനിമയിലേക്ക് ഇപ്പോഴും അത് തന്നെ ചെയ്യുന്നത്. ഞാൻ മാത്രമല്ല, പലരും, രാജേഷ് ശർമ്മ എന്ന് പറഞ്ഞ നടൻ, സന്തോഷ് കീഴാറ്റൂർ, ഹരീഷ് പേരടി, സുനിൽ സുഗത എന്ന് പറഞ്ഞ ഒട്ടനവധി നടന്മാരും നടികളുണ്ട്. കനി കുസൃതി, അങ്ങനെ വളരെയധികം, സ്നേഹ, മറിമായത്തിലെ സ്നേഹ, കുറേ അധികം പേര് നടത്തുന്ന സിനിമയിലേക്ക് എത്തിയപ്പോഴേ അത് രണ്ടും മാറി മാറി ചെയ്യുന്ന സ്നേഹയുടെ പാർട്ട്ണർ ശ്രീകുമാർ ഒരേ സമയം നാടകം ചെയ്യും. ഇത്തരം കോമഡി പ്രോഗ്രാമുകളിലും സിനിമകളിലും മാറി മാറി അഭിനയിക്കും. അപ്പം ആളുകളുടെ എണ്ണം കൂടുക ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പത് പറഞ്ഞു കാണികളുടെ എണ്ണം കുറഞ്ഞെന്ന്. 10 ദിവസം കഴിഞ്ഞ് തൃശ്ശൂർ അന്താരാഷ്ട്ര നാടകോത്സവം നടക്കാം. ടിക്കറ്റ് കിട്ടില്ല നിങ്ങൾക്ക്. നാടകം കാണാൻ ടിക്കറ്റ് കിട്ടില്ല. കാരണം ഇന്നലെ എൻ്റെ സുഹൃത്ത് പോയിട്ട് ടിക്കറ്റ് കിട്ടിയില്ല പ്രതാപ, എന്താ ചെയ്യാന്ന് ചോദിച്ചിട്ട് എന്റെ ഫോണിൽ വിളിക്കണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതിനോടാണ് താല്പര്യം കൂടുതൽ, അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചാൽ അതെനിക്ക് അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം പേഴ്സണലായി ചോദിക്കാം. നാടകത്തിൽ അഭിനയിക്കുമ്പോഴാണോ കൂടുതൽ പേയ്മെന്റ്, അതോ സിനിമയിൽ അഭിനയിക്കുമ്പോഴാണോ കൂടുതൽ പേയ്മെന്റ്? എത്ര വയസ്സായി കൃഷ്ണപ്രിയക്ക്? വയസ്സ് പറയാൻ പാടില്ലെന്നല്ലേ? അത് തന്നെയാണ് എന്റെ പ്രശ്നം. ശമ്പളം പറയാൻ പാടില്ല. ശമ്പളം പറഞ്ഞു കഴിഞ്ഞാലേ എന്ത് സംഭവം എന്ന് വെച്ചാല്, ഒന്ന് വലിയ ലക്ഷങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ ശമ്പളം പറഞ്ഞു കഴിഞ്ഞാല് ഇയാൾക്ക് ഇത്രയും കിട്ടുന്നുള്ളതാവുന്നു. നമ്മളപ്പോ ഒന്ന് പൊക്കിട്ടൊന്ന് ഇത്തിരി കൂടുതൽ പറഞ്ഞു വിചാരിക്കുക. അപ്പൊ ആൾക്കാർ കടവും ചോദിക്കും. ശരി, ഒരു സിനിമാ നടൻ എന്ന് പറയുമ്പോ ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് നമ്മൾ മാറ്റുന്നില്ല. അതെ. അങ്ങനെയല്ല, ഞാൻ അങ്ങനെ സിനിമ നടനായിട്ട് എന്നെ കാണുന്ന നാട്ടുകാർ മുഴുവൻ കാണണമെന്ന് എനിക്ക് ഒട്ടും ആഗ്രഹമൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. സാധാരണ മട്ടിൽ ജീവിച്ചു പോകണം. സാധാരണ അങ്ങനെ കുറെ ആൾക്കാർ തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞാൽ നല്ലത്. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മളിപ്പോ എന്ത് ചെയ്യാനാ? അങ്ങനെയൊക്കെ തന്നെ പോയാൽ മതി. കാരണം എന്താ വെച്ചാല്, ഒന്ന് നമ്മൾ രണ്ട് കലയാണല്ലോ പ്രാക്ടീസ് ചെയ്യുന്നത്. പിന്നെ ഒരു തരത്തില് പറഞ്ഞു കഴിഞ്ഞാല് സിനിമ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ പണം കിട്ടും. കൂടുതൽ പേരിലേക്ക് എത്തും. ഒരു നാടകം നമ്മൾ കളിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല നാടകയിലെ ഏകദേശം ഒരു 10,000 പേരായിരിക്കും കാണുക. ഒരു ഏറ്റവും നല്ല നാടകം കളിച്ചു കഴിഞ്ഞാൽ. പക്ഷെ ഒരു മോശം, അതായത് ആളുകൾ കാണാത്ത ഒരു സിനിമ പോലും തുടങ്ങുന്നത് തന്നെ 10,000 പേര് കണ്ടിട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ നമുക്ക് വേണമെങ്കിൽ സിനിമയാണെന്ന് പറയാം. പക്ഷെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അത് എങ്ങനെയാണെന്ന് എനിക്ക് അത് സത്യസന്ധമായിട്ട് പറയാൻ കഴിയില്ല. രണ്ട് മാധ്യമമായിട്ടാണ് ഞാൻ കാണുന്നത്. പുതിയ എന്തെങ്കിലും വർക്ക് സിനിമയിൽ ചെയ്യുന്നുണ്ടോ ഇപ്പൊ കറന്റ്ലി? എന്തെങ്കിലും കറന്റ്ലി ചെറിയ വേഷങ്ങള്, ചെറിയ സിനിമകളല്ല, ചെറിയ വേഷങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന. പേഴ്സണൽ ലൈഫിനെ കുറിച്ച് നമുക്കൊന്ന് അറിയണം എന്ന് ആഗ്രഹമുണ്ട്. പേഴ്സണൽ ലൈഫിലേക്ക് ഒന്ന് കിടക്കാം. വീട്ടില് മകൻ ഉണ്ട്, മകളുണ്ട്. 2 മക്കളാണ് എനിക്കുള്ളത്. മകൻ, അദ്ദേഹം തൃശ്ശൂർ ഡ്രാമ സ്കൂളിൽ പഠിക്കുകയാണ്. 2ാമത്തെ വർഷമാണ് ഡ്രാമ സ്കൂളിൽ പഠിക്കുക. ഗ്രാംഷി എന്നാണ് അയാളുടെ പേര്. പിന്നെ മകളുണ്ട്. മകൾക്ക് 4 വയസ്സാണ് മകള്. പിന്നെ ഭാര്യ എൻ്റെ ഫുൾ സപ്പോർട്ടാന്ന് പറയാം. അതായത് നാടകം ചെയ്യുന്നത് സന്തോഷമാണ്, സിനിമ ചെയ്യുന്നത് സന്തോഷമാണ്. ഞാൻ നാടകം ചെയ്യുമ്പോൾ എൻ്റെ കൂടെ വരും, എൻ്റെ ക്യാമ്പുകളിൽ വരികയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. സന്ധ്യ എന്നാണ് പേര് ഭാര്യയുടെ. പിന്നെ അമ്മയുണ്ട്. അമ്മ പ്രായമായി, അമ്മ വീട്ടിലുണ്ട്. അമ്മ സുഖം, സന്തോഷം. അമ്മയ്ക്കും ഇതൊക്കെ തന്നെ ഇഷ്ടമാണ്. എൻ്റെ നാടകങ്ങൾ കാണാൻ വരും.
സിനിമ ഇറങ്ങുമ്പോൾ ഞാൻ പോയി കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്യും. മകൻ പഠിക്കുന്നത് നാടക സ്കൂളിലാന്ന് പറഞ്ഞു. മകന്റെ ഇഷ്ടപ്രകാരമാണോ അതോ അച്ഛന്റെ താല്പര്യപ്രകാരമാണോ മകൻ നാടകം പഠിക്കാനായി? ഇല്ല, ഞാൻ താല്പര്യപ്പെട്ടത് അദ്ദേഹത്തിനെ ഇന്ത്യക്ക് പുറത്ത് പറഞ്ഞയച്ചിട്ട് വേറെ എന്തെങ്കിലും കോഴ്സ് ചെയ്യിപ്പിക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. എന്റെ ആഗ്രഹം അദ്ദേഹം നഴ്സാവണം എന്നായിരുന്നു. അപ്പൊ ഞാൻ ആളോട് പറഞ്ഞപ്പോൾ ആൾ എന്നോട് പറഞ്ഞ നഴ്സാവാം, എനിക്ക് നഴ്സിംഗ് പഠിക്കുന്ന താല്പര്യം ഉണ്ടെന്ന്. ഞങ്ങൾ അതിന് തയ്യാറെടുത്തിരിക്കുകയായിരുന്നു. ഒരു +2 കഴിഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ മകന് എന്താണ് താല്പര്യം എന്ന് വെച്ചാൽ 1 വർഷം ഞങ്ങൾ വെറുതെ ഇരുത്തി. ആ 1 വർഷം കൊണ്ട് അയാൾ തീരുമാനം ഞങ്ങൾ നഴ്സിംഗ് പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നഴ്സ് ആവണ്ട. പക്ഷെ ആള് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് ആള് തീരുമാനം എടുത്ത പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. എനിക്ക് ഡ്രാമ സ്കൂളിൽ നിന്ന് ഫോൺ കോൾ വരായിരുന്നു. അപ്പൊ 2 ദിവസം കഴിഞ്ഞ് ഇന്റർവ്യൂ ആണ്, മകനെ കൊണ്ട് വന്നോളൂ. അപ്പൊ അവിടെ നിന്ന് ജോൺ മത്തായി സെന്റർ എന്റെ മകൻ അവിടെ അപേക്ഷിച്ചിട്ടില്ല, അദ്ദേഹം അപേക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരി, ഞാനൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്റെ മകനെ വിളിച്ചു ചോദിച്ചപ്പോഴാണ് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. പിന്നെ ആയിക്കോട്ടെ, ഞാൻ എന്റെ കാര്യം തീരുമാനം എടുത്തു. അത് ആളുടെ തീരുമാനമല്ല, അയാള് സന്തോഷപൂർവ്വം എടുക്കുന്ന തീരുമാനമല്ല, പഠിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. തീർച്ചയായും അച്ഛന്റെ ഒരു കല അച്ഛന്റെ ഒരു ഇൻസ്പിറേഷനിൽ തന്നെ ആയിരിക്കണം. ഇൻസ്പിറേഷൻ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അതുപോലും ഈ പറഞ്ഞ കാര്യത്തിലേക്ക് കൂട്ടിക്കുഴയ്ക്കാൻ ഉദ്ദേശിക്കില്ല. ഉണ്ടാവാം, അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവാം, അങ്ങനെ സംഭവിക്കാം. കാരണം വെച്ചാല് പക്ഷെ അത് എന്റെ മകന് വളരെ ചെറുപ്പത്തിൽ ഈ നാടകത്തോട് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. കുട്ടികളുടെ നാടക ക്യാമ്പിൽ ഞാൻ നല്ലതാണ്. എന്നെ സംബന്ധിച്ച് KV ഗണേഷ് എന്ന് പറഞ്ഞ അധ്യാപകൻ ഒരാളെ ഒരു വ്യക്തിനെ വാർത്തെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരാളാണ് അയാള്. എന്നെ ഞാൻ നോക്കി കണ്ടിട്ടുണ്ട് പലരെയും നിർമ്മിച്ചെടുക്കുന്നതിൽ. അപ്പൊ KV ഗണേഷിന്റെ എന്ന് പറഞ്ഞ എന്റെ സുഹൃത്തും എന്റെ അധ്യാപനൊക്കെ അയാളുടെ അടുത്ത് കൊണ്ടാക്കുന്നു നല്ലതെന്ന് ചോദിച്ചാൽ ഞാൻ എന്റെ മകനെ അവിടെ കൊണ്ടാക്കുന്നു. 5-8 വർഷം കുട്ടികളുടെ നാടക ക്യാമ്പിൽ കൂടെ അയാൾ വരുന്നു. പിന്നീട് അയാൾ തീരുമാനിക്കുന്നു നാടകം പഠിക്കാൻ, നാടക സ്കൂളിൽ പോകാം. അതിന്റെ ഇടയിലൊക്കെ അയാൾ വലിയ നാടകങ്ങളിൽ അഭിനയിക്കുന്നുണ്ട്. ഞാൻ ഡയറക്ട് ചെയ്ത നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ സംവിധാനം ചെയ്യുന്നിടത്ത് എന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വരുന്നുണ്ട്. അപ്പൊ അയാള് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സിൽ കൂടെ വന്നിട്ടാണ് ഈ നാടകം പഠിക്കുക, ഗൗരവമായിട്ട് പഠിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് അയാളും വരുന്നത്. സിനിമയിൽ നിന്ന് മാറി ഇപ്പൊ അടുത്തിടെ ഒരു വെബ് സീരീസ് ചെയ്തിരുന്നല്ലോ PPL. അത് ഹോട്ട്സ്റ്റാറിൽ ഇപ്പൊ വമ്പൻ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വെബ് സീരീസ് ആണ്. അതിന്റെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് ഒന്ന് പറയാം. വെബ് സീരീസ് അത് എന്റെ സുഹൃത്ത് എബ്രു സൈമൺ എന്ന് പറഞ്ഞ തൃശ്ശൂരിലെ എന്റെ ഒരു സിനിമ പ്രവർത്തകൻ, എന്റെ നാടകങ്ങളൊക്കെ കാണാൻ വളരെ കർഷമായിട്ട് എന്റെ സുഹൃത്തായിട്ടുള്ള എബ്രു സൈമൺ ആണ് ഈ PPL പേരുള്ളൂർ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞ വെബ് സീരീസിന്റെ സംവിധായകന്റെ മറ്റുള്ള ആളുകളുടെ അടുത്തും കൊണ്ട് എന്നെ കൊണ്ട് പരിചയപ്പെടുത്തുന്നത്. അവര് പരിചയപ്പെട്ടതിന് ശേഷം എനിക്ക് ഓഡീഷനൊക്കെ ഉണ്ടായിരുന്നു. ഓഡീഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു റോള് കിട്ടുകയും റോള് അവർ തരികയും, അത് കുഞ്ഞിപ്പ എന്ന് പറഞ്ഞൊരു കഥാപാത്രമായിരുന്നു പേരുള്ളൂർ പ്രീമിയർ ലീഗിലെ അശോകന്റെ വലങ്കൈ ആയിട്ടുള്ള. അതേസമയം തന്നെ എൻ്റെ മണ്ടത്തരം കൊണ്ട് അശോകനെ പറ്റും ഞാൻ ഭാരവയ്ക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് കുഞ്ഞിപ്പ. അത് ഈ നേരത്തെ പറഞ്ഞ മിന്നൽ മുള്ളിൽ നിന്നൊക്കെ വളരെ വിഭിന്നമായിട്ടുള്ളൊരു കഥാപാത്രമാണ്. മിന്നൽ മുള്ളിലെ പൈലിയുടെ സ്വഭാവമല്ല ഈ വെബ് സീരീസിലെ കുഞ്ഞിപ്പ എന്ന് പറഞ്ഞാൽ. അതൊരു നാട്ടിൻപുറത്തെ ടിപ്പിക്കൽ രാഷ്ട്രീയക്കാരനാണ്. അഴിമതിയൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള, വേണമെങ്കിൽ അഴിമതി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക, അങ്ങനെയൊക്കെ മനസ്സൊക്കെ ഉള്ള, സൂത്രങ്ങളൊക്കെ ഉള്ള, മണ്ടത്തരങ്ങളൊക്കെ ഉള്ള, ബിസിനസ്സൊക്കെ അവസാനിപ്പിച്ച് ശിഷ്ടം രാഷ്ട്രീയ ജീവിതം എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു കഥാപാത്രം. അത് വളരെ നന്നായി പോയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ നന്നായി സ്ട്രീമിംഗ് നടക്കുന്നുണ്ട്. നടക്കുന്ന ഒരു വെബ് സീരീസ് ആണ്. അതെ 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 അതെ. PPL-ല് ചേട്ടൻ തീർത്തും വേറെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആണ് ചെയ്തത്. അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ വിജയരാഘവൻ സാറായാലും അശോകൻ സാറായാലും ചെയ്തിട്ടുണ്ടായിരുന്ന ക്യാരക്ടേഴ്സ്. അതിന്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു അനുഭവത്തെ കുറിച്ച് ഒന്ന് പറയാം. വിജയരാഘവനായിട്ട് കുട്ടേട്ടനായിട്ട് എനിക്കങ്ങനെ കോമ്പിനേഷൻ സീനുകൾ അധികം ഉണ്ടായിരുന്നിട്ടില്ല. പക്ഷെ എങ്കിലും ഷൂട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഞാൻ കുട്ടേട്ടനെ കാരവനിൽ പോയിട്ട് കാണുന്നുണ്ടായിട്ടുണ്ട്. കുട്ടേട്ടൻ ജസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വിളിപ്പിച്ചു. ചെന്ന് കുട്ടേട്ടനെ പോയി കണ്ടു. കുട്ടേട്ടൻ എന്നോട് എന്താ ചെയ്തിരുന്നതെന്ന് ചോദിച്ചെന്നോട്. നാടകമൊക്കെ ചെയ്തിരുന്നു, തോന്നിയിരുന്നു എന്ന് പറഞ്ഞു. കുട്ടേട്ടൻ നാടക കുടുംബത്തിൽ നിന്ന് വരുന്ന ആളല്ലേ. കുട്ടേട്ടൻ്റെ അച്ഛനൊക്കെ നമ്മൾ ബഹുമാനിക്കുന്ന, ഞങ്ങൾ നാടകക്കാർ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരാളുടെ മകനല്ലേ കുട്ടേട്ടൻ. അപ്പം നമ്മൾ ആ ബഹുമാനം കൊടുക്കുന്നുണ്ട്. മലയാളം ആദരിച്ചിരുന്ന നൻപിള്ളയുടെ മകൻ എന്ന് പറഞ്ഞ ബഹുമാനം നമ്മൾ കൊടുത്തിട്ടാണ് സംസാരിക്കാം. കുട്ടേട്ടൻ എന്നോട് പറഞ്ഞു നന്നായി ചെയ്യുന്നുണ്ട്, പേരിലൂരിൽ നന്നായി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് വളരെ സന്തോഷകരമായി തോന്നി. തീർച്ചയായും മിന്നൽ മുരളിൽ നിന്നും ഭയങ്കര വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടർ ആയിരുന്നു. ബെസ്റ്റ് ആക്ടർ എന്നുള്ള സിനിമയായിരുന്നല്ലോ തുടക്കം. ബെസ്റ്റ് ആക്ടർ സിനിമയില് നമ്മളൊരു ആക്ടർ എന്ന രീതിയിലേക്ക് കടക്കുമ്പോ, നാടകത്തിൽ നിന്നും സിനിമയിലേക്ക് കടക്കുമ്പോ അവിടെയുള്ളത് ഒരു ബെസ്റ്റ് ആക്ടറാണ്, അല്ലെങ്കിൽ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഒരു വലിയ നടനാണ്, ഒരു മഹാനടനാണ്. അതെ, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു അനുഭവം എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ കൂടെയുള്ള അനുഭവം എന്ന് പറഞ്ഞത്, ബെസ്റ്റ് ആക്ടർ ഞാൻ ഒരു സീനാ എനിക്കതിലുള്ളു. പക്ഷെ
അതിന്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈ ഇന്ത്യയിലെ ഏറ്റവും മഹാനായ നടൻ തന്നെ പറയാം, മമ്മൂക്കയോടൊപ്പമാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ആ സിനിമയിൽ അഭിനയിക്കുന്നത്, ആദ്യമായിട്ടെന്ന് വെച്ചാൽ ഷോർട്ട് ഫിലിം പോലും ഒന്നോ രണ്ടൊക്കെ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ ക്യാമറ എനിക്ക് അപരിചിതമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ആ സംവിധായകന് കൃത്യമായിട്ട് അറിയാമായിരുന്നു എനിക്കിതൊരു അപരിചിതമായിട്ടുള്ള മേഖല എന്നറിയായിരുന്നു. മാർട്ടിൻ പ്രക്കാട്ട് എന്ന് പറഞ്ഞ സംവിധായകനും സ്ക്രിപ്റ്റ് റൈറ്റർക്കും ഒരു സംവിധായകനും ചെയ്യാത്ത ഒരു കാര്യമാണ് അയാൾ എനിക്ക് അനുവദിച്ചു തന്നത്. കാരണം സിനിമ നടക്കുന്ന സമയത്ത് എനിക്ക് വേണം ഇപ്പൊ ഒരു കുറെ വർഷമായില്ല, അതുകൊണ്ട് തന്നെ ഓർത്തെടുത്ത് പറയുമ്പോൾ ദിവസങ്ങൾ കൃത്യമാണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും കുറച്ചധികം ദിവസങ്ങൾ എന്നെ ഷൂട്ടിന് തൊട്ട് മുൻപ് എന്നെ ലൊക്കേഷനിൽ കൊണ്ടുപോയി താമസിപ്പിച്ചിരുന്നു മാർട്ടിൻ പ്രക്കാട്ട്. താമസിപ്പിച്ചിട്ട് എന്നെ ഷൂട്ടൊക്കെ കാണിച്ചു തന്നിരുന്നു. ഇങ്ങനെയാണ് ഷൂട്ട്, ഈ ഒരൊറ്റ സീനെ ഞാൻ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഞാൻ വിചാരിക്കുന്ന 6 or 7 ദിവസം ഞാൻ ആ ലൊക്കേഷനിൽ താമസിച്ചിട്ടുണ്ടെന്ന്. ഞാൻ ഈ ഒരു സീൻ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ലൊക്കേഷൻ കണ്ടിരുന്നു, ഷൂട്ട് എങ്ങനെ നടക്കുന്നത് കണ്ടിരുന്നു, മമ്മൂക്ക അതിക്ക് പിന്നെ അഭിനയിക്കുന്നത് കണ്ടിരുന്നു. ഓൺ ദിവസം എന്നെ ഞാൻ ഷൂട്ട് ചെയ്യുന്ന ദിവസം എനിക്ക് മമ്മൂക്ക, അതായത് ഷൂട്ടിന് മുൻപേ എന്നോട്, ഞാൻ ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ആള് വളരെ മനോഹരമായിട്ട് അത് സംസാരിച്ച് അത് വളരെ ഒരു കൂൾ മൂഡിലാക്കിയിട്ടാണ്. അത് ശരി. അപ്പൊ മമ്മൂക്കാനോടൊക്കെ സംസാരിക്കാനും അദ്ദേഹത്തോട് അടുത്ത് ഇടപഴകാനും ഉള്ള ഒരു അവസരം ഉണ്ടായി. അതാ മമ്മൂക്ക് ഇപ്പൊ ഓർക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. കാരണം ആളുടെ മുന്നിൽ കൂടെ, മമ്മൂക്കയുടെ മുന്നിൽ കൂടെ എത്രയോ നടന്മാര് കടന്നു പോയിട്ടുണ്ടാവും, എത്രയോ പുതിയ നടന്മാര് കടന്നു പോയിട്ടുണ്ടാവും. അപ്പൊ 10 വർഷം മുന്നേ നടന്നൊരു സിനിമയില് ഒരു വേഷം ചെയ്ത ഒരാളെ നിർബന്ധമില്ല ഓർക്കണമെന്ന്. ഇല്ല, അദ്ദേഹം ഓർക്കണം എന്ന് നിർബന്ധമില്ലെങ്കിലും ഞാൻ ഓർക്കുന്നുണ്ട് അത്. അതാണ് നമുക്ക് അതെ, ആള് വളരെ വളരെ കൂളൻ. അതായത് ആൾക്കറിയാം ആളുടെ മുന്നിൽ, കാരണം ഇത്രയും കാലത്തെ മഹാസംവിധായകന്മാരൊപ്പം വർക്ക് ചെയ്തിട്ട് ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രഗത്ഭരായ സംവിധായകരുടെയും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന്റെ ഒപ്പം വർക്ക് ചെയ്ത ഒരാൾക്ക് മുന്നിൽ വരുന്ന നടൻ എത്തരത്തിലുള്ളതെന്ന് മനസ്സിലാക്കാനായിട്ട് വേറൊരു പഠിപ്പിന്റെ ആവശ്യമില്ല. അപ്പൊ അദ്ദേഹത്തിന് എന്നെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്, നല്ല ടെൻഷൻ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അത് വളരെ ആളെന്ത് ചെയ്തിട്ടുണ്ട്, വളരെ ഒരു സംവിധായകൻ ട്രീറ്റ് ചെയ്യുന്ന മാതിരി ഒരു കോ ആക്ടർ അയാള്, അല്ലെ ഞാൻ കോ ആക്ടർ എന്ന് പറയാൻ പാടില്ല, ഞാൻ അഭിനയിക്കാൻ ചെന്ന ഒരാളാണ്. അയാൾ എന്ത് ചെയ്ത് എന്റെ മമ്മൂക്ക നന്നായി ട്രീറ്റ് ചെയ്തിട്ട് എന്നെ കൂളാക്കിയിട്ടാണ് ക്യാമറയുടെ മുന്നിലേക്ക്. ഇപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള കോണ്ടാക്ട്? ഇല്ല, പേടിയായിട്ടാ. അങ്ങനെ അതിനുള്ള അവസരങ്ങളൊക്കെ, അതായത് എനിക്ക് സിനിമ കഴിഞ്ഞപ്പോ മമ്മൂക്കയുടെ മേലെ ജോർജ് ചേട്ടൻ വിളിച്ച് ഇങ്ങോട്ട് നമ്പറൊക്കെ തന്നു, ജോർജ് ചേട്ടൻ്റെ നമ്പർ. പക്ഷെ സത്യത്തിൽ നമുക്ക് ഈ വലിയ ആളുകളോട് സംസാരിക്കാനുള്ള പേടിയുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, അത് പിന്നീട് ഞാൻ പ്രൊസീഡ് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. അത് ഇപ്പൊ എനിക്ക് വലിയ ഒരു സങ്കടമായി തോന്നിയിട്ടുണ്ട്. അത് ഞാനത് പ്രൊഫഷണൽ അല്ലാത്തതുകൊണ്ടാണ്, ഞാനൊരു അമേച്ചർ ആയിട്ടുള്ള നടനായതുകൊണ്ടാണ് ഞാനത് പ്രൊസീഡ് ചെയ്യായിരുന്നു എന്ന് തോന്നാറുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഞാൻ അത് ചെയ്യുമായിരുന്നു. ശരി, അതിനുശേഷം നമ്മൾ മിന്നൽ മുരളിയിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ മിന്നൽ മുരളിയിലെ ഡയറക്ടർ അല്ലെങ്കിൽ ബേസിലിന്റെ ആയാലും അതുപോലെ തന്നെ ടൊവിനോന്റെ ആണെങ്കിലും അവരുടെ ഒക്കെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ ഒക്കെ ഒരു സമീപനം എങ്ങനെയായിരുന്നു? ടൊവിന ശരിക്കും എന്റെ നാട്ടുകാരനും കൂടിയാ. പക്ഷെ അത് അദ്ദേഹത്തിന് അറിയാമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇരിങ്ങാലക്കുട തൊട്ടടുത്തുള്ള സ്ഥലത്താണ് ജനിച്ചതും വളർന്നതൊക്കെ. മിന്നൽ മുരളി അല്ല ഞാൻ ടൊവിനയ്ക്കൊപ്പം ആദ്യം അഭിനയിക്കുന്ന സിനിമ. കൽക്കി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. കൽക്കി ഒരു ആക്ഷൻ പടമാണ് കൽക്കി. സലീം മുഹമ്മദിന്റെ ഓസ്കാർ ഗോസ്റ്റ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതിലും ഞാൻ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിപ്പോൾ 2 പടം ചെയ്തിട്ടാണ് ഞാൻ മിന്നൽ മുരളിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ കഥാപാത്രം ഞാനാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോൾ ടൊവിൻ അത് വളരെ നന്നായിട്ട് അയാളെ ചെയ്തോളും എന്ന രീതിയിലാണ് പറഞ്ഞിരുന്നേ എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അത് എന്റെ മുൻപിൽ വെച്ചല്ല. നിങ്ങൾ തമ്മിൽ പേഴ്സണലി സംസാരിക്കാനോ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടോ? പിന്നെ സംസാരിക്കാറൊക്കെ ഉണ്ട്. നോർമലായിട്ട് ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് സംസാരിക്കും, വിശേഷം ചോദിക്കും, അങ്ങനെ നോർമലായിട്ട്. അല്ലാതെ എനിക്കെന്തോ ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ ഒരു ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ വലിയ നടന്മാരുടെ ഒപ്പം അങ്ങനെ അവരുടെ എനിക്ക് ചിലപ്പോൾ അറിയാത്തതുകൊണ്ടേയിരിക്കും അതെങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് വളരെ ഒന്ന് അകന്നാ നിൽക്കാറ്. നമ്മുടെ ചില സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കി അവരോട് കൂടുതൽ സംസാരിച്ച്, ഇപ്പൊ നമ്മളിപ്പോ ഒരു 2 സീനിലാണ് നമുക്ക് ആ സിനിമയിൽ. അപ്പൊ അതേപോലത്തെ ഇഷ്ടം പോലെ നടന്മാരുണ്ടാവും ആ ലൊക്കേഷനിൽ, നമ്മളെ അറിയുന്ന നാടകം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവരൊക്കെ ആയിട്ട് ഞാൻ എന്ത് ചെയ്യും, ശിവപ്രസാദാണ് എന്നെ ബേസിലിനെ, ഈ എബ്രുമാരി തന്നെ നേരത്തെ പറഞ്ഞ എബ്രുമാരി തന്നെ വലിയ സുഹൃത്തുബന്ധമുള്ള ഒരാളാണ് ശിവപ്രസാദ്. ഷോർട്ട് ഫിലിമുകളൊക്കെ തൃശ്ശൂർ ചെയ്തിട്ടുണ്ട്, എന്റെ നാടകങ്ങൾ കണ്ടിട്ടുണ്ട് ശിവപ്രസാദ്. അങ്ങനെയാണ് ശിവപ്രസാദ് ബേസിൽ ജോസഫിനെ പരിചയപ്പെടുത്തിയായിരുന്നു. ബേസിലിനെ കാണാൻ ചെന്ന് ബേസിൽ എനിക്ക് ഓർമ്മയുണ്ട് എപ്പോഴും. ബേസിലിനെ കാണാൻ രാത്രിയാണെന്ന് തോന്നുന്നു, രാത്രിയാണ് ഫ്ലാറ്റിൽ പോയി കാണുന്നത്. ബേസിൽ പറഞ്ഞ എന്നോട് പറഞ്ഞു, നമുക്ക് ഈ പൈലി എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ കുറിച്ചൊരു ചെറിയ ഇൻഫർമേഷൻ മാത്രം, നമുക്കൊരു
ചെറിയൊരു ഓഡീഷൻ പോലെ പോവാൻ പ്രതാപേട്ടാന്ന് പറഞ്ഞു. ഞാൻ ആയിക്കോട്ടെ പോവാമെന്ന് പറഞ്ഞു. അവരപ്പോൾ തന്നെ ക്യാമറയൊക്കെ വെച്ച് എന്നോട് പറഞ്ഞു ഒരു തമാശ കഥ പറയുമോ എന്ന് ചോദിച്ചു എന്നോട്. പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാനൊരു തമാശ കഥ പറയാം, അതായത് ഒരു ക്യാരക്ടറെ അവതരിപ്പിക്കുകയല്ല ചെയ്തത്, ഞാനൊരു തമാശ കഥ എൻ്റെ നാട്ടിലൊക്കെ നടന്നൊരു തമാശ കഥ പറഞ്ഞു. തമാശ കഥ ബേസിൽ കേട്ട് അത് അവർ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതായിരുന്നു ഓഡീഷൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് ബേസിൽ എന്നോട് പറഞ്ഞു നമ്മളോട് പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ അതെ അതെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്താ എന്നോട് ശിവനും വിളിച്ച് പറഞ്ഞിരുന്നു എന്തായിരിക്കും ബേസിൽ പറയുമെന്നൊന്നും എന്നോട് ശിവനൊന്നും വിളിച്ച് പറഞ്ഞിരുന്നില്ല. അവിടെ ചെന്ന് പറഞ്ഞ തമാശ ബേസിൽ എന്നോട് പറഞ്ഞിരുന്നു നമുക്ക് വേണമെങ്കിൽ ഒരു മണിക്കൂർ അരമണിക്കൂർ എടുത്തോളം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു തമാശ കഥ പറയാനായിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ തന്നെ തുടങ്ങാന്ന് പറഞ്ഞാൽ ഞാനൊരു കഥ പറയാൻ തുടങ്ങിയായിരുന്നു, ഒരു തമാശ കഥ. അപ്പൊ അത് കേട്ട് കഴിയുമ്പോൾ ബേസിൽ പറഞ്ഞു പൈലി നമുക്ക് ഉറപ്പിക്കാം, നമുക്ക് 6 മാസം കഴിയും ഷൂട്ടിന്, ഇതാണ് കഥാപാത്രം, ഇങ്ങനെയാണ്, അപ്പൊ അതൊന്ന് ഗൗരവമായിട്ട് ഒന്ന് കണ്ടോളൂന്ന് പറഞ്ഞു. പക്ഷെ ശിവൻ എന്റെ സുഹൃത്തായതുകൊണ്ട് ശിവൻ ഇടയ്ക്ക് വിളിച്ച് പറയും പ്രതാപേട്ട സിനിമയാണ് ചിലപ്പോൾ മാറിപ്പോവാം. ഞാൻ പറയാം എനിക്കറിയാം സിനിമ ഞാൻ ആദ്യമായിട്ടല്ലല്ലോ ചെയ്യുന്നത്, മാറിപ്പോവാം, അങ്ങനെ മാറിപ്പോയ സിനിമകളുണ്ട്. അപ്പൊ എനിക്കത് കുഴപ്പം, ഞാൻ അത് തന്നെ ഇപ്പൊ നമ്മളൊരു സിനിമയിൽ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവസാന നിമിഷം വരെ ഞാനത് ചിലപ്പോൾ മാറിപ്പോവാം, എന്നേക്കാൾ നല്ല നടൻ വരാം, അവരുടെ ചോയ്സിലേക്ക് വരാം, എന്നേക്കാളും അത് വരാം. ഞാനും ചിലപ്പോൾ ചിലരുടെ പകരക്കാരനായിട്ട് പോയിട്ടുണ്ടാവാം. അങ്ങനെ ആയിരിക്കാം, അങ്ങനെ സിനിമ അങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ പറഞ്ഞു സിനിമകൾ വന്നു, അവസരങ്ങൾ വന്നു, മാറിപ്പോയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ ഞാനത് പറയുന്നത് ശരിയല്ലല്ലോ. ഞാനത് പറയുന്ന സമയത്ത് ഞാൻ ആ സംവിധായകനെ കുറിച്ചോ ആ ക്രൂവിനെ കുറിച്ചോ അത് സത്യത്തിലും ഒരു മോശപ്പെട്ട കാര്യമല്ല. കാരണം വെച്ചാൽ അവര് എന്നെക്കാളും നല്ല ചോയ്സിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതല്ലേ, എന്നെക്കാളും നല്ല ചോയ്സിലേക്ക് അവർ എത്തിച്ചേരുന്നു എന്നുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഈ ഇന്റർവ്യൂവിൽ അവരന്ന് എന്നെ അങ്ങനെ മാറ്റി, അതെനിക്ക് വളരെ വിഷമമായി എന്നൊക്കെ പറഞ്ഞാൽ വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത് എനിക്ക് അർഹതപ്പെട്ടതല്ല, വേറൊരു നടന് അർഹതപ്പെട്ടതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അങ്ങനെ മാറ്റിപ്പോയ ആ ഒരു അവസരം അല്ലെങ്കിൽ അങ്ങനെ അതെന്തെങ്കിലും മാനസികമായി ഭയങ്കര ഇല്ല എന്നാ പറഞ്ഞത്. എനിക്കൊരു ഒട്ടും വിഷമമില്ല. കാരണം വിഷമം സ്വാഭാവികമായിട്ട് മനുഷ്യൻ നിലയ്ക്കുണ്ട്. പക്ഷെ ഞാൻ ആ നിമിഷം തന്നെ അല്ലെങ്കിൽ ഒരു അടുത്ത 30 മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ അതിനെ മറികടക്കും. ഞാനത് അത് എന്റെ ടീ അല്ല, എന്റെ ചായ അല്ല എന്ന് തന്നെ ഞാൻ സ്വയം മനസ്സിലാക്കുകയും. എന്തെങ്കിലും രചനകളോ പുസ്തകങ്ങളോ അങ്ങനെ ഇല്ല, അങ്ങനെ രചനകൾ അങ്ങനെ ഒന്നും എഴുതി അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാല് ഫേസ്ബുക്കുകളിൽ നമ്മുടെ ഫേസ്ബുക്കുകളിൽ ചില കുറിപ്പുകളൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ അതില്ല. ഇപ്പൊ നാടകം ഞാൻ സംവിധാനം ചെയ്തൊരു നാടകം ഞാൻ തന്നെ എഴുതിയത്. അതെ, നാടകം എഴുതിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ എഴുതി അറിയില്ല, എഴുതേണ്ടി വന്നു. അല്ലെങ്കിൽ നാടകം എഴുതി ഡയറക്ഷനിലേക്ക് കിടക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം? ഡയറക്ട് ചെയ്തിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ടോ? അടിപൊളി അടിപൊളി. സംവിധായകനായി തോന്നിട്ടില്ല. അപ്പൊ ഡയറക്ടറും കൂടിയാണ്, നല്ലൊരു നടനാണ്, റൈറ്ററാണ്, ഡയറക്ടറാണ്, നാടകം സംവിധാനം ചെയ്തിട്ടുണ്ട്. ശരി, സന്തോഷം. ഞാൻ ചെയ്ത നാടകമാണ് ഈ അടുത്ത് ഇപ്പൊ ഈ അന്താരാഷ്ട്ര നാടകോത്സവം തൃശ്ശൂർ നടക്കുക. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 2 വർഷം മുന്നേ ചെയ്ത ഞാൻ എഴുതി ഞാൻ തന്നെ സംവിധാനം ചെയ്ത നാടകമാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ അന്താരാഷ്ട്ര നാടകോത്സവത്തിൽ ഉദ്ഘാടന നാടകമായിട്ട് കളിച്ചത്. അപ്പൊ അതില് എന്റെ സുഹൃത്തുക്കളെല്ലാവരാണ് അതില് അഭിനയിച്ചത്. എന്തായിരുന്നു നാടകത്തിന്റെ ഒരു കണ്ടന്റ്, അല്ലെങ്കിൽ എന്തായിരുന്നു നാടകത്തിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്? ഒരു സിനിമയെ ബേസ് ചെയ്തിട്ടായിരുന്നു. ബർഗ്മാന്റെ ക്രൈസ്റ്റ് ആൻഡ് വിസ്പേഴ്സ് എന്ന് പറയുന്ന സിനിമയെ ബേസ് ചെയ്തിട്ട്, അതുമാത്രമല്ല മലയാളത്തിലെ 2 പ്രധാനപ്പെട്ട നാടകങ്ങളുണ്ട്. അവൻ വീണ്ടും വരുന്നു, CJ തോമസിന്റെ അവൻ വീണ്ടും വരുന്നു. മറ്റൊന്ന് ഇന്ത്യയിലെ തന്നെ സക്കാറ മൈൻഡർ എന്ന് പറഞ്ഞ ടെണ്ടുൽക്കറുടെ ഒരു നാടകം. ഈ 2 നാടകത്തിനെയും ആശ്രയിച്ച് ഈ സിനിമേനെയും ബർഗ്മാന്റെ ക്രൈസ്റ്റ് ആൻഡ് വിസ്പേഴ്സ് എന്ന് പറഞ്ഞ സിനിമേനെയും ആശ്രയിച്ച് എഴുതപ്പെട്ട ഒരു കൃതിയായിരുന്നു നിലവിളികൾ മർമ്മരങ്ങൾ ആക്രോശം. അത് മർമ്മരങ്ങൾ ആക്രോശങ്ങൾ അങ്ങനെയായിരുന്നു അതിന്റെ ടൈറ്റിൽ. ആ നാടകത്തിന്റെ ടൈറ്റിൽ അങ്ങനെയായിരുന്നു. അത് അക്കാദമിയുടെ ഒരു പ്രൊജക്ട്, സംഗീത നാടക അക്കാദമിയുടെ ഒരു പ്രൊജക്ട് ആയിരുന്നു. അത് അവർ അക്കാദമിയിൽ സ്വീകരിക്കപ്പെടുകയും എനിക്ക് പല സംഘങ്ങൾക്ക് അനുവദിച്ചു കൊടുക്കുന്നവർ എൻ്റെ സംഘത്തിനും ഞങ്ങളുടെ സംഘത്തിനും പൈസ അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. അതിങ്ങനെ 8-9 കളി കളിച്ചു. അടിപൊളി അടിപൊളി. സമകാലിക പ്രസക്തിയുള്ള ഒരു ചോദ്യത്തിലേക്ക് കിടക്കാം. അപ്പൊ എത്ര നേരം സമകാലിക പ്രസക്തിയുള്ള കാര്യങ്ങളല്ലേ ചോദിച്ചത്? സമകാലിക പ്രസക്തിയുള്ള കാര്യങ്ങളല്ല, നമ്മൾ കൂടുതലും പേഴ്സണൽ ലൈഫ്, പ്രതാപേട്ടന്റെ ഒരു പ്രൊഫഷണൽ ലൈഫ് ആയിരുന്നു നമ്മൾ നമുക്ക് മൊത്തത്തിൽ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിലേക്ക് കിടക്കുകയാണ്. പക്ഷെ അതിനൊക്കെ സമകാലിക പ്രസക്തി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് മൂവി റിവ്യൂസ്. നമുക്ക് എല്ലാ സിനിമകളുടെയും റിവ്യൂസ് സ്പോട്ടിൽ തന്നെ അറിയാൻ പറ്റും. അത് സിനിമകളുടെ ആ ഒരു നല്ല സിനിമകളുടെ ആ ഒരു ഗുണമോ ദോഷമോ ഒക്കെ ആയിട്ട് ബാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കൊലക്കി കൊടുക്കണല്ലേ?
വീണ്ടും ചോദ്യം എനിക്ക് മനസ്സിലായി. പക്ഷെ നമ്മളിപ്പോ നമ്മൾ സൊസൈറ്റിയിൽ ജീവിക്കുന്നു. സിനിമ റിവ്യൂയെ കുറിച്ചാണ് ആ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. നമ്മൾ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ കുറച്ച് മൂല്യബോധം മനുഷ്യൻ പുലർത്തി സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് കൂടി നമ്മൾ ജീവിക്കുന്നു. നമ്മൾ ഒറ്റയ്ക്ക് അല്ലല്ലോ ജീവിക്കുന്നത്, നമ്മളൊരു സൊസൈറ്റിക്കുള്ളിൽ ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് മനുഷ്യൻ എന്ന നിലയിൽ കുറച്ച് മൂല്യബോധം നമ്മൾ കാണിക്കാറുണ്ട്. നമുക്ക് ചിലപ്പോൾ അതിരുകൾ ലംഘിക്കാനൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ സൊസൈറ്റിക്കുള്ളിൽ നിൽക്കുമ്പോൾ സൊസൈറ്റിക്ക് ഒരു മൂല്യബോധമുണ്ട്, മനുഷ്യനും ഒരു മൂല്യബോധമുണ്ട്, ഹ്യൂമാനിറ്റി ഉണ്ട് മനുഷ്യൻ. അങ്ങനെയാണ് മനുഷ്യനായി മാറുന്നത്. അതുപോലെ തന്നെയാണ് എനിക്കും എന്ത് കാര്യത്തിനും. നിങ്ങൾ നോവൽ എഴുതിക്കോ, കവിത എഴുതിക്കോ, സിനിമ ഉണ്ടാക്കിക്കോ, എന്തുണ്ടാകുമ്പോഴും ഈ മനുഷ്യന്റെ ഉള്ളിൽ ഒരു ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞ ഒരു ഘടകം പ്രവർത്തിച്ചിട്ടാണ് ഈ കല മുഴുവനും നിർമ്മിക്കപ്പെടുന്നത്. ഈ റിവ്യൂ ഒരു കലയാണെങ്കിൽ, അല്ലെങ്കിൽ റിവ്യൂ ഒരു സർഗാത്മക സൃഷ്ടിയാണെങ്കിൽ, അയാളുടെ ഉള്ളിലും ആദ്യം സൃഷ്ടിക്കപ്പെടേണ്ടത് ഒരു മൂല്യബോധ. ഇത്തരം നിരൂപണങ്ങളിലൂടെയൊക്കെ വലിയ വലിയ മലയാളത്തിലെ പ്രധാനപ്പെട്ട വലിയ വലിയ നിരൂപകരൊക്കെ നമുക്ക് ഒരു ജ്ഞാനബോധവും ഒരു മാനുഷിക ബോധമാണ് കൊണ്ടു തന്നിരുന്നത്. അതായത് സിനിമ നിരൂപണം ചെയ്യുന്ന അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്ന ആളുകളും ഇത് ചെയ്യുന്നത് ആ കലയെ വളർത്താൻ ഉതകുന്ന രീതിയിലാണ് അത് ചെയ്യേണ്ടത്. നിങ്ങൾ എങ്ങനെയാണ് കൃഷ്ണപ്രിയ എങ്ങനെയാണ് റിവ്യൂ, നിരൂപണം എന്ന് പറഞ്ഞ കാര്യത്തെ റിവ്യൂ എന്ന കാണുന്നത് എങ്ങനെയല്ലേ? ഞാൻ കാണുന്ന ഒരു രീതിയുണ്ട്. അതായത് നിങ്ങൾ ഒരു കലാരൂപത്തെ, ഒരു ശില്പകലേനെ, ഒരു ചിത്രകലേനെ, ഒരു നാടകത്തിനെ റിവ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ഹിസ്റ്ററിയും അതിൻ്റെ ആ ആർട്ട് ഫോമിനെ കുറിച്ചൊരു മിനിമം ധാരണ ഉണ്ടാവുകയും അത് പഠിക്കുകയും ചെയ്തിട്ട് ആ പ്രദർശിപ്പിച്ച ആർട്ട് ഫോമും നമ്മൾ കണ്ട ആർട്ട് ഫോമിനെ കുറിച്ച് ഏകദേശ ധാരണയോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, അത് എന്ത് ഔട്ട്പുട്ട് നമ്മൾ ഉണ്ടാക്കി, എന്താണ് ആ സിനിമയ്ക്കുള്ളിൽ പ്രവർത്തിച്ചത് എന്ന് മനസ്സിലാക്കി ഏത് കലാരൂപയിലും റിവ്യൂ ചെയ്യേണ്ടത്. പകരം അത് ഒറ്റയടിക്ക് അത് ഇല്ല, കൊല്ലുകയാണ് ചെയ്യുന്നത്. ഒറ്റയടിക്ക് ഇല്ല, അത് റിവ്യൂ ആയി ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് എനിക്ക് അതല്ല റിവ്യൂ. ഗൗരവപ്പെട്ട് അങ്ങനെയല്ല റിവ്യൂയെ കാണുന്നത്. നിങ്ങൾ വളരെ അതിൻ്റെ എല്ലാ സ്ഥലത്തുകൂടെയും സഞ്ചരിച്ചിട്ടാണ് നിങ്ങൾക്ക് എന്ത് തോന്നി, എന്താണ് സമൂഹത്തിൽ ഉണ്ടാക്കിയത്, നിങ്ങൾ എന്ത് ചലനം ഉണ്ടാക്കി, നിങ്ങൾക്ക് മിനിമം എൻ്റെ ഇന്റർവ്യൂ മോശമായത് എന്തുകൊണ്ടാന്ന് പറയാനുള്ളൊരു ഒരു കാര്യം കൂടി വേണം. മിനിമം ആ ധാരണയെങ്കിലും വേണം. സിനിമ കണ്ടായിരുന്നോ? ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ നമ്മുടെ മോഹൻലാൽ സാറിന്റെ വാലിബൻ സിനിമ കണ്ടായിരുന്നോ? ഞാൻ കണ്ടായിരുന്നു. എന്താണ് സിനിമയെ പറ്റിയുള്ള അഭിപ്രായം? എനിക്ക് ഒരു മോശം സിനിമയെന്ന് അഭിപ്രായമില്ല. ശരി, മോശം സിനിമയാണെന്ന് മൊത്തത്തില് അഭിപ്രായം നമ്മൾ ഒരുപാട് റിവ്യൂസ് ആണെങ്കിലും ട്രോൾസ് ആണെങ്കിലും എന്നെ ബാധിക്കാറില്ല. ഒരു റിവ്യൂം എന്നെ എന്ത് ചെയ്യാറില്ല, റിവ്യൂ നോക്കി സിനിമയ്ക്ക് പോകാറില്ല, ബാധിക്കാറില്ല. കാരണം എന്താ വെച്ചാല് കുറെ കഴിഞ്ഞപ്പോ നമുക്ക് റിവ്യൂ ചെയ്യുന്ന ആളുകളുടെ ജ്ഞാനബോധം എന്താണെന്ന് മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തല്ല, എനിക്ക് റിവ്യൂ എന്നെ ഒരു ബേർഡൻ അല്ല. എനിക്ക് റിവ്യൂ കൊണ്ടല്ല ഞാൻ എന്റെ സിനിമ കാണാൻ പോകുന്നത്. ഇത്രയും വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചിലവാക്കിയ, ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് ആശയങ്ങളും നമുക്ക് വേണ്ടി ചിലവഴിച്ച പ്രതാപേട്ടൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നന്ദി പറയുന്നു. ആൻഡ് ദിസ് ഈസ് സൈനിങ് ഓഫ് KP ഫ്രം സ്റ്റോറീസ് ഓഫ് ഫോർത്ത് വാൾ.